Hello friends, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് GoPro Hero 8ന്റെ മെറ്റൽ വ്ളോഗിംഗ് കേസാണ്. വ്ളോഗിങ്ങിന് ഉള്ള ആക്സസറീസ് എല്ലാം കൂടി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കേസാണിത്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. Hero 7 ഒക്കെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. 8 ഇപ്പോഴാണ് ഇറങ്ങിയത്. ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒത്തിരി നാളായി, പക്ഷേ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഇത് ഞാൻ നമ്മുടെ അലി എക്സ്പ്രസ് വഴിയാണ് ഓർഡർ ചെയ്തത്. കുറച്ച് ടൈം എടുത്തു, പക്ഷേ ഇപ്പോൾ ഇത് ഫെബ്രുവരിയാണ്. ജനുവരി ഓർഡർ ചെയ്തതാണ്, ഫെബ്രുവരി കിട്ടി. ഓക്കെ, നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഇതെനിക്ക് ആയത് 2000 സംതിങ് ആണ്. ഞാൻ മറന്നുപോയി ബില്ല് നോക്കാം. പക്ഷേ ഇപ്പോൾ മീഡിയ മോഡ്സ് എന്ന് പറഞ്ഞുള്ള സംഭവം GoPro Hero 8ന് വേണ്ടി മാത്രം അതിപ്പോൾ ഇറക്കുന്നുണ്ട്. ഞാൻ GoProയുടെ സൈറ്റിൽ നോക്കി, പ്രൈസ് അവർ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. 5000-നകത്താണ്. നേരത്തെ GoProയുടെ അത്രയും പ്രൈസായിരുന്നു, ഇപ്പോൾ ഇത് 5000 ആക്കി കുറച്ചിട്ടുണ്ട്. പക്ഷേ അത് അവൈലബിൾ അല്ല ഇപ്പോഴും. ഒരു ജനുവരിയിൽ കണ്ടു തുടങ്ങിയ ഇപ്പം ഫെബ്രുവരി ആയില്ലേ, ഏപ്രിലൊക്കെ ആയിട്ട് സാധനം എത്തത്തുള്ളൂ എന്ന് തോന്നുന്നു. ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ പ്രൈസ് അവർ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. ഇതാണ് സാധനം. ഇതെന്താണ് ഈ സാധനം? പ്രൊട്ടക്റ്റീവ് ബാഗ് ഫോർ GoPro Hero 8. ഇത് കൊള്ളാം കേട്ടോ. നോക്കട്ടെ അതെങ്ങനെയാണ്. ഓക്കെ, അടിപൊളി. ഇത്രയും സിബ്ബേ ഉള്ളു സംഭവം. അടിപൊളി. ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ GoPro എടുത്ത് നമുക്കിവിടെ ഇങ്ങനെ വയ്ക്കാം. സിബ് ഇത്ര വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് മൗണ്ട് ഇവിടെ ഇരിക്കും. മൗണ്ട് വെളിയിലോട്ടിങ്ങനെ അടിപൊളി. മൗണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും, പക്ഷേ പ്രൊട്ടക്റ്റീവ് കേസും ഉണ്ട്. അടിപൊളി സംഭവം. ഇത് കൊള്ളാം. ഇത് നല്ലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായി കൊള്ളാം. സിബ് ഇത്രേ ഉള്ളൂ, ഹാഫ്. അടിപൊളി, നല്ല കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇതാണ് സാധനം. നമുക്ക് ഇനി ഇത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. മറ്റിറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും അതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് എത്ര 2000-3000 ഒരു 3000 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. അതിറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇത് ഭയങ്കര കിടിലൻ ചോയ്സ് ആയിരുന്നേ. ഇതാണ് സാധനം. ഇച്ചിരി വെയിറ്റ് ഉണ്ട്. സാധനം അടിപൊളി. ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി സാധനമാണ്. അയ്യോ, വാല്യൂ ഫോർ മണി തന്നെയാണ്. 100% വാല്യൂ ഫോർ മണി തന്നെയാണ്. കിടിലം. ഇതിനോട് വെച്ച് നമുക്ക് ഒരു അലങ്കി കിട്ടുന്നുണ്ട്, 2 സ്ക്രൂ കിട്ടുന്നുണ്ട്. ഒന്നല്ല, 2 അലങ്കി പിന്നെ 2 സ്ക്രൂവും കിട്ടുന്നുണ്ട്. അടിപൊളി കേട്ടോ. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ. നമ്മൾ ഷോർട്ട് ഗൺ മൈക്കൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ റിമൂവ് ചെയ്യാം. അത് എന്താ പോൾ ഷൂ മൗണ്ട്, അങ്ങനെ എന്തോ ഈ മൗണ്ടിൻ്റെ പേര്. കൊള്ളാം, എളുപ്പം മാറ്റി വയ്ക്കാം. അടിപൊളി. പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്, നമ്മുടെ ഈ GoPro Hero 8ൽ എന്തെങ്കിലും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഇത് ബാറ്ററി കവർ ഇങ്ങനെ റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് പകരമായിട്ടുണ്ടല്ലേ ഇവർ ചെയ്തിരിക്കുന്നത്, ബാറ്ററി കവർ ഇവിടെ ഒരു കറക്റ്റ് ആ പോർട്ടിൻ്റെ വളരെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഊരുന്നത്? റിമൂവ് ചെയ്യണം. ഇതിൻ്റെ ബാക്ക് കവർ റിമൂവ് ചെയ്ത് ഇവിടെ നിന്ന് പുഷ് ചെയ്താൽ മതി താഴേക്ക്. കുറച്ച് പാടാണ്, ടൈറ്റാണ്. കണ്ട, ഇതിങ്ങനെ റിമൂവ് ചെയ്യണം. അടിപൊളി സാധനം അല്ലേ, കിടില. ഇതിങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷമേ നമ്മളിത് കയറ്റാവും, ഇല്ലാന്നുണ്ടെങ്കിൽ കയറത്തില്ല. സൈസില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇത് സ്മൂത്തായിട്ട് കയറിപ്പോന്നു. കറക്റ്റ് കയറിയിരുന്നു, കണ്ടോ, കറക്റ്റ് കയറിയിരുന്നു. അതിനുശേഷം ഈ സാധനം ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക. ഉണ്ടാ, സ്ലൈഡ് ചെയ്യും. കറക്റ്റ് മെറ്റ്. അടിപൊളി. എന്നിട്ട് ഈ സാധനം നമുക്ക് ഇവിടെ ഒരു മൗണ്ട്, അതായത് നമ്മുടെ എവിടെയെങ്കിലും ട്രൈപോഡിലൊക്കെ മൗണ്ട് ചെയ്യണമെങ്കിലാണ് ഈ സാധനം. ഈ സാധനം വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ആണ് ഈ ടൂൾസ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ടൂൾസ് വെച്ച് റിമൂവ് ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നല്ല കിടിലൻ കൺസെപ്റ്റ്. പിന്നെ നോർമലായിട്ടുള്ള മൗണ്ട് നമ്മുടെ ഇതിൽ GoProയിൽ തന്നെയുള്ള മൗണ്ട് അതുപോലത്തെ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ ഒരെണ്ണം തരുന്നുണ്ട്. ഈ സാധനം ഇവിടെ വെച്ച് ഇതിൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം ഇതിലുള്ള 2 സ്ക്രൂ എടുത്തിട്ട് ടൈറ്റ് ചെയ്യുക. അതിനായി 2 സ്ക്രൂ തന്നിരിക്കുന്നത് ഇത് വെക്കുന്നതിന് വേണ്ടി. ഇതിങ്ങനെ വെച്ചിട്ട് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മൗണ്ടും കിട്ടും. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ എവിടെയൊക്കെ മൗണ്ട് ചെയ്യുന്നോ അവിടെ എല്ലാം ഇത് മൗണ്ട് ചെയ്യാൻ പറ്റും. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെക്കേണ്ട. പിന്നെ ഈ കേസ് നമുക്ക് ഈ സാധനം, അതായത് നമ്മുടെ ഈ 3.5mm
അഡാപ്റ്റർ ഉണ്ടല്ലോ, മൈക്ക് അഡാപ്റ്റർ, ഇത് വെക്കാനുള്ള ഈ സാധനം വേണ്ടാന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, കസ്റ്റമൈസബിളാണ്. പിന്നെ ഇത് കണ്ടോ, ഇതിനകത്ത് ഈ ഫ്രെയിം, ഇതിനകത്ത് നമുക്ക് മറ്റേ എന്താ പറയുക UV ഫിൽറ്റർ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. UV ഫിൽറ്റർ അറിയാമല്ലോ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫിൽറ്റർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് റിമൂവ് ചെയ്യാനുള്ള 3 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സർക്കിൾ റിമൂവ് ചെയ്ത് നമുക്ക് കിട്ടും. പിന്നീട് നമുക്കിവിടെ എല്ലാം ഈ സ്വിച്ച് എല്ലാം ഇവിടെ ആക്സസബിൾ ആണ് കേട്ടോ. എല്ലാം കറക്റ്റായിട്ട് പൊസിഷൻ നോക്കിയിട്ടാണ് ചെയ്തിരിക്കുക. എല്ലാം ആക്സസബിൾ, എല്ലാ സ്വിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഈസിലി ആക്സസബിൾ ആണ്. നല്ല. എന്നിട്ട് ഇതാണ് നമ്മുടെ മറ്റേ 3.5 mm മൈക്ക് അഡാപ്റ്റർ. അത് ഇതിനകത്തൂടെ ഇതുവഴി ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റായി. ആ സാധനം ഇവിടെ നമുക്കിങ്ങനെ വയ്ക്കാം, ഇതിനകത്ത് ഇങ്ങനെ വയ്ക്കാം. കണ്ടോ കറക്റ്റായിട്ട് കണ്ടോ ഇരിക്കുന്നത്, എന്ത് നീറ്റായിട്ടിരിക്കുന്നത്. നേരത്തെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതായിരുന്നില്ല, ഇതിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നീറ്റായിട്ട് അടിപൊളിയായിട്ടിരിപ്പുണ്ട്. കണ്ടല്ലേ, ഇപ്പം തന്നെ ഒരു തൃപ്തി തോന്നുന്നുണ്ട്. പിന്നെ ഇത് നേരത്തെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാൻഡ് ചെയ്യുന്ന പവർ ബാങ്കാണ്. മറ്റേ മൗണ്ടിന് ഇവിടെ മൗണ്ടുണ്ട്, അത് വേണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാം. കണ്ടോ ഇപ്പം പവർ ബാങ്കായി. നമുക്ക് ഞാൻ ഈ കേസ് വയ്ക്കാൻ മറന്നുപോയി, ബാക്ക് കവർ വെച്ചില്ല, അപ്പോൾ അതുകൂടി പ്രൊട്ടക്റ്റ് ആവും. ഇവിടെ സെറ്റ്. അപ്പോൾ ആ കേസിങ്ങും ഓക്കെ ആയി, ഇതിവിടെ ഓക്കെ ആയി. നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ ചാർജർ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇതിങ്ങനെ തുറക്കുക, കേബിൾ ഉണ്ടായിരുന്നു ഇവിടെ. പവർ ബാങ്കിൽ നിന്ന് ചാർജർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എടുത്തിവിടെ ഇങ്ങനെ ചാർജർ കൊടുക്കുക. ഇതിലിപ്പോൾ ചാർജർ കണക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് നമ്മുടെ മൈക്ക് അഡാപ്റ്റർ ഇതിൽ കൊടുക്കാം. അതിലുള്ള മറ്റേ ഇത് TRS to TRRS കണക്ടർ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ മൈക്ക് കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ മൈക്ക് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കാണ്, അതുകൊണ്ട് ഇവിടെ മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ഇതിലിങ്ങനെ ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ഗൺ മൈക്ക് വേണമെങ്കിൽ വയ്ക്കാം. ഈ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാം, ഉള്ള മൗണ്ട്സ് ലൈറ്റ് ഫിറ്റ് ചെയ്യാം. അതായത് ഈ കോൾഡ് ഷൂ മൗണ്ട് തന്നെയാണ്, ലൈറ്റായിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. ഹൈറ്റ് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്കിവിടെ ആ മറ്റു എയർ മഫ്ലർ കൂടി വരുമ്പോഴേക്കും ഈ ഫ്രണ്ടിൽ വീഴത്തില്ല, ഈ ഇത്ര ഹൈറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഡയറക്റ്റ്, ഇവിടെ കണക്ട് ചെയ്യാൻ, ഇവിടെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ഇവിടെ സ്ക്രീനിലോട്ട് വീഴുമെന്നുള്ള കാരണത്തിൽ അവർ ഇന്നോവേറ്റീവായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ സാധനം. എന്തായാലും നല്ല ഐഡിയപരമായി ആലോചിച്ചാണ് അവർ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ലൈറ്റ് മേടിച്ചിട്ട് നമുക്ക് ലൈറ്റും ഫിറ്റ് ചെയ്യാം. എല്ലാം ആഫ്റ്റർ മാർക്കറ്റ് അവൈലബിൾ ആണ്. ഇതൊരു അടിപൊളി സാധനം. ഇത് നല്ലൊരു സാധനമാണ്. GoPro Hero 7ഉം ബാക്കിയുള്ള സാധനങ്ങൾക്കെല്ലാം ഇത് അടിപൊളിയായിരിക്കും. പക്ഷേ ഇത് സൈസ് വ്യത്യാസമുണ്ട്. ഇത് 8ന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറക്കിയിരുന്നു. G85 എന്നാണ് ഇതിൻ്റെ പേര്. മറ്റൊന്ന് വേറെ എന്തെങ്കിലും പേരായിരിക്കും. പക്ഷേ ഇതാ നമ്മുടെ മീഡിയ മോഡ്സ് റിലീസ് ചെയ്യുന്നത് വരെ മാത്രമേ യൂസ് വരുന്നുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ മീഡിയ മോഡ്സ് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം അതിനകത്ത് ഈ പോർട്ടും സാധനങ്ങളെല്ലാം ഇൻബിൽട്ടായിട്ട് ഇവിടെ തന്നെ വരുന്നുണ്ട്. ചാർജിങ് പോർട്ടും 3.5 mm ഈ അഡാപ്റ്ററിൻ്റെ ആവശ്യം വരുന്നില്ല, അത് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. പക്ഷേ അന്ന് ഭയങ്കര പ്രൈസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രൈസ് കുറച്ച് കുറഞ്ഞായിട്ട് കാണിക്കുന്നു. എന്തായാലും നോക്കാം, നമുക്കത് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. ഇതിപ്പോൾ പക്ഷേ ഇപ്പോൾ പെർഫെക്റ്റാണ്. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗിങ് സെറ്റപ്പാണ്. ഇതാണ് ഏറ്റവും അറ്റ് പ്രസൻറ്റ് ഈ ഒരു സമയം. ഇപ്പം February 1 ഇത്ര ഡേറ്റ് എത്രയാണ്, 5 അടുപ്പിച്ചായി. 5 നാളെ 5 എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്തോളം ഈ ഒരു സമയത്ത് ഇത് തന്നെയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ, വ്ളോഗിങ്ങിന് വേണ്ടി ബെസ്റ്റ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ആ ബെൽ ബട്ടണും കൂടി ഞെക്കിയിരുന്നു. പീസ്.